കോഴിക്കോട് കോർപ്പറേഷൻ അനധികൃത കെട്ടിട നമ്പർ വിവാദത്തെ തുടർന്ന് നടപടി നേരിട്ട 2 ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാൻ ട്രൈബ്യൂണൽ ഉത്തരവ്. 2 വർഷമായി സസ്പെൻഷനിലായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ശമ്പള കുടിശ്ശിക പൂർണ്ണമായും നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. വിജിലൻസ് കേസിൽ അന്വേഷണം നേരിടുന്നവരെ തിരിച്ചെടുക്കുന്നത് കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്നതിന് തുല്യമാണെന്ന് പ്രതിപക്ഷ അംഗങ്ങളും ആരോപിച്ചു. കോർപ്പറേഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ പാസ്വേഡ് ചോർത്തി അനധികൃത കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയ കേസിൽ സസ്പെൻഷനിൽ കഴിയുന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാനാണ് ട്രൈബ്യൂണലിന്റെ വിധി. 2022 ജൂലൈയിലാണ് തൊഴിൽ വിഭാഗം ക്ലർക്ക് അനിൽകുമാറും കെട്ടിട നികുതി വിഭാഗം ക്ലർക്ക് സുനിലും കാരപ്പറമ്പ് കരിക്കാംകുളത്തെ കെട്ടിടത്തിന് അനധികൃതമായി നമ്പർ നൽകിയതും തുടർന്ന് നടപടി നേരിട്ടതും. 2 ഉദ്യോഗസ്ഥരെയും എല്ലാ ആനുകൂല്യങ്ങളും നൽകി തിരിച്ചെടുക്കണമെന്നാണ് ട്രൈബ്യൂണലിന്റെ നിർദ്ദേശം. സസ്പെൻഡ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമവും ചട്ടവും കൃത്യമായി പാലിച്ചില്ല എന്നാണ് തിരിച്ചെടുക്കാനുള്ള കാരണമായി ട്രൈബ്യൂണൽ കണ്ടെത്തിയത്. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ വീഴ്ചയാണ് വിധിക്ക് കാരണമെന്നാണ് കോർപ്പറേഷൻ പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നത്. നമ്മളെ മാത്രമല്ല, UDF കൗൺസിൽ പാർട്ടിയോ കൗൺസിലിനെയോ മാത്രമല്ല, ജനങ്ങളെയും പൊതുസമൂഹത്തിനെയും ഒക്കെ കബളിപ്പിക്കുന്ന നടപടിയാണ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ഈ കുറ്റം ചെയ്തവരെ എല്ലാ ഉപാധികളോടും കൂടി തിരിച്ചു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നാളെയും ഇതുപോലെയുള്ള കുറ്റങ്ങൾക്ക് വഴിയൊരുക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മേയർ രാജിവെക്കുകയും ഈ പറഞ്ഞ ഒരു ക്രമപ്രകാരമുള്ള തീരുമാനം മുനിസിപ്പാലിറ്റി ആക്ട് പോലും അറിയാത്ത സാഹചര്യത്തിലാണ് സെക്രട്ടറി ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കോർപ്പറേഷനായിട്ടുള്ള കോഴിക്കോടിൻ്റെ ഭരണസാരഥ്യം, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സാരഥ്യം വഹിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ലജ്ജയാണ്. സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധനയിൽ 4427 കെട്ടിടങ്ങൾക്ക് അനധികൃതമായ നമ്പർ നൽകിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തപ്പോൾ നിയമാനുസൃതമായി പാലിക്കേണ്ട നടപടികളൊന്നും സെക്രട്ടറി പാലിച്ചിട്ടില്ല. കോളിളക്കം സൃഷ്ടിച്ച ഈ തട്ടിപ്പ് കേസിൽ കുറ്റവാളികളായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് കോർപ്പറേഷൻ ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കോഴിക്കോട്.